സിബിലിനായി തെരച്ചിൽ തുടരുന്നു. ഇന്നലെ തരൂർ ഗായത്രി പുഴയിൽ വീണ് കാണാതായ സിബിലിനായി തെരച്ചിൽ ഇന്ന് രാവിലെ 6 മണിയോടെ ആരംഭിച്ചു. വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായി ചെന്താമരാശൻ പറഞ്ഞു. വീണ സ്ഥലത്ത് തെരച്ചിൽ നടത്തിയ ശേഷം താഴ്ഭാഗത്തേക്ക് തെരച്ചിൽ നടത്താനാണ് തീരുമാനം. ഇന്നലെ വിദ്യാർത്ഥി വീണതിനെക്കുറിച്ച് വാർഡ് മെമ്പർ ചെന്താമരാശൻ. എപ്പോഴും സമയം ഒരു 10:30 മണിയാവും. 10:30 ഇവർ ചേലക്കാട്ട് മുമ്പിൽ പഴയൊരു BSNL ജീവനക്കാരായ പഴനിമലയുടെ മകളുടെ മകനാണ്. നമ്മുടെ ബന്ധുവീട്ടിൽ വെക്കേഷനുമായി ബന്ധപ്പെട്ട് വന്നതാണ്. കൂട്ടുകാരൊത്ത് മീൻ പിടിക്കാൻ വന്നതാണ്. മീൻ കിട്ടാതായപ്പോൾ അവരൊന്ന് കുളിക്കാൻ വേണ്ടി 3 ആൾ കൂടി ഇറങ്ങിയതാണ്. ആദ്യം 2 ആൾ പെടുകയുണ്ടായി. 2 ആൾ പെട്ടപ്പോൾ 2 ആളും കൂടി ഇറങ്ങിയ ആളെ രക്ഷപ്പെടുത്തി. ഒരാളിനെ കിട്ടി. പരമാവധി അവർ ശ്രമിച്ചു. പക്ഷേ ആ ഭാഗത്ത് ഇവർ ഇറങ്ങിയ ഭാഗം കുത്തൊഴുക്കുള്ള സ്ഥലവും പുഴയുടെ ഒരു വളവുള്ള സ്ഥലവും. അവിടെ സാധാരണഗതിയിൽ ആരും മഴക്കാലത്ത് കുളിക്കാൻ ഇറങ്ങാറില്ല. ഈ കുട്ടികൾക്ക് ആ പുഴയെക്കുറിച്ച് ആ കടവിനെക്കുറിച്ച് വലിയ ധാരണയില്ല. മാത്രമല്ല അപകടം നടക്കുമ്പോൾ ഈ പുഴയും റോഡും തമ്മിൽ ഒരു 750-800 മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ അപകട വിവരം പെട്ടെന്ന് പുറത്തറിയാനും സമയമെടുത്തു. അറിഞ്ഞ ഉടനെ തന്നെ ഫയർഫോഴ്സും പോലീസും എല്ലാവരും വരികയുണ്ടായി. നാട്ടുകാർക്ക് നടത്താൻ നല്ല ഒഴുക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സുകാർ വന്ന് അവരൊരു 11 മണിക്ക് ശേഷം മടം കെട്ടി തെരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മണിക്കൂർ മുമ്പ് സ്കൂബ ടീം പാലക്കാട് നിന്ന് വന്ന് അവരും തെരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് ഉണ്ടാവുന്നതാണ്. അതായത് പുഴയുടെ സെൻറ്ററിലേക്ക് ഈ കുട്ടിയുടെ ബോഡി പോയിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇവിടെ കിട്ടാൻ സാധ്യത കുറവാണ്. പക്ഷേ അരികിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 1/4-3/4 കിലോമീറ്ററിനുള്ളിൽ കിട്ടുമെന്നാണ് നമുക്കൊരു പ്രതീക്ഷ. ഇതിന് മുമ്പ് ഇങ്ങനെ അപകടം ഉണ്ടായില്ലേ? അതിന് മുമ്പ് ഒരു 2018 പ്രളയത്തിൻ്റെ സമയത്ത് ഇവിടെ ഒരാൾ തേങ്ങ പിടിക്കാൻ ഇറങ്ങിയിട്ട് പോയിട്ടുണ്ട്.